ഹലോ, ഇന്ന് നമുക്കൊരു തലക്കറി കാണാം കേട്ടോ. ഇതൊരു 8 കിലോയോളം വരുന്ന മീനിൻ്റെ ഒരു തലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക എന്തുമാത്രം വലുതായിരിക്കുമെന്ന്. ഇതിനകത്ത് കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് കേട്ടോ. മേടിച്ച സമയത്ത് അവിടുത്തെ ആ ഇംഗ്ലീഷുകാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് കട്ട് ചെയ്ത് തരണോ എനിക്ക് അറിയത്തില്ല. ഒരു 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങളുടെ മീൻ എന്തോരം ഉണ്ടോ അതനുസരിച്ച് എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിനകത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കും. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിനകത്തുനിന്ന് മണം വരാൻ തുടങ്ങും മസാലയുടെയൊക്കെ. അന്നേരത്തേക്ക് മനസ്സിലാക്കാൻ നമുക്കിത് ചൂടായെന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് വെക്കുക. സാധാരണ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിക്കുക, കടുകിടുക. നിങ്ങൾക്ക് ഉലുവ തന്നെ ഇടണമെങ്കിൽ ഉലുവ ഇടാം, അതല്ലെങ്കിൽ ഉലുവപ്പൊടി നേരത്തെ ഇട്ട പോലെ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിട്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മസാല ഇട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം കേട്ടോ. മസാല എല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായം അതിൻ്റെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. നമ്മുടെ മീനിൻ്റെ അനുസരിച്ച് കുറച്ച് കുടംപുളി എടുത്ത് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിടുക, ചൂടുവെള്ളത്തിൽ. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനെ എടുത്തിടാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ദേ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് മീനിൻ്റെ ഓരോ പാർട്സായിട്ട് ഇട്ട് കൊടുക്കാം. തലക്കറി അധികം ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. തല കാണുന്നത് തന്നെ അയ്യേ എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. തലക്കറി കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം എനിക്കിഷ്ടമാണ് പൊതുവേ. ഇത് ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും ഈ മീൻ തല. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 2 മുതൽ ഒരു 3 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. ഇപ്പം തുറക്കുന്നുണ്ട്. തുറന്നിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിടണം. ഇത് വലുതാണല്ലോ, അപ്പോൾ എല്ലായിടത്തും മസാലയും അതിൻ്റെ എരിവും പുളിയെല്ലാം പിടിക്കാനായിട്ട് തിരിച്ച് മറിച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വേവിക്കാം. ടോട്ടലി ഒരു 5 to 6 മിനിറ്റ്സ് അത് മതിയായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാണേ. ഇപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. അതെ, എൻ്റെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.